നമ്മൾ നോക്കാൻ പോകുന്നത് മുത്തലാഖ് നിയമം. മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ 3 തവണ തലാഖ് ചൊല്ലി വിവാഹബന്ധം ഒഴിവാക്കുന്ന ഒരു സമ്പ്രദായം, അതിനെയാണ് മുത്തലാഖ് എന്ന് പറയുന്നത്. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിക്കാൻ കാരണമായ കേസാണ് ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 ഓഗസ്റ്റ് 22. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിക്കാൻ കാരണമായ കേസ് ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 ഓഗസ്റ്റ് 22. മുത്തലാഖ് ബിൽ എന്ന് പറയുമ്പോൾ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ബിൽ ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 25. ഇനി മുത്തലാഖ് ബിൽ രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 30. ഇനി മുത്തലാഖ് ബിൽ രാഷ്ട്രപതി അംഗീകാരം ലഭിച്ചത് 2019 ജൂലൈ 31. ഇനി 2018 സെപ്റ്റംബർ 19 മുതൽ മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിം വുമൺ റൈറ്റ്സ് ഡേ ആചരിച്ചത് 2020 ഓഗസ്റ്റ് 1. 2020 ഓഗസ്റ്റ് 1. നമുക്കൊന്നുകൂടെ നോക്കാം. മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ 3 തവണ തലാഖ് ചൊല്ലി വിവാഹബന്ധം ഒഴിവാക്കുന്ന ഒരു സമ്പ്രദായമാണ് മുത്തലാഖ്. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിക്കാൻ കാരണമായ കേസാണ് ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 ഓഗസ്റ്റ് 22. മുത്തലാഖ് ബിൽ വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ബിൽ പാസ്സാക്കിയത് 2019 ജൂലൈ 25. മുത്തലാഖ് ബിൽ രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 30. മുത്തലാഖ് ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2019 ജൂലൈ 31. 2018 സെപ്റ്റംബർ 19 മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടിയാണ് ഈ നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിം വുമൺ റൈറ്റ്സ് ഡേ ആയി ആചരിച്ചത് 2020 ഓഗസ്റ്റ് 1.